ഹലോ ഫ്രണ്ട്സ്, യാമീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് റവ കൊണ്ടൊരു സിമ്പിളായിട്ടുള്ള കേസരി ഉണ്ടാക്കിയെടുത്താലോ. അതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ഒപ്പം നിങ്ങൾ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം 1 ഗ്ലാസ് റവ അതിലേക്ക് ചേർക്കുക. നമുക്ക് ഏത് അളവിന് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതേ അളവിൽ തന്നെ പഞ്ചസാരയും ചേർക്കണം. മറ്റുള്ള അളവും അതിൽ തന്നെ അതേപോലെ തന്നെ ചേർത്ത് മാത്രം മതി. ഇപ്പം ഞാനിത് ഗ്ലാസ് അളവിനാണ് എടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. റോസ്റ്റഡ് ആയിട്ടുള്ള റവയാണെങ്കിൽ പോലും നമ്മൾ നെയ്യിൽ കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കേസരിക്ക് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അതിന് ആ ചീനിച്ചട്ടിയിൽ തന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരിയും മൂപ്പിച്ച് മാറ്റിയതിന് ശേഷം അതിലേക്ക് തന്നെ നമ്മൾ 1 ഗ്ലാസ് പച്ചവെള്ളം ഒഴിക്കുക. പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം 1/2 ലിറ്റർ പാലും കൂടെ ചേർക്കുക. പാല് നിങ്ങളെ കയ്യിലില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാല് ചേർക്കേണ്ട. പാല് ചേർത്താൽ ഇതിൽ കൂടെ ടേസ്റ്റ് കിട്ടും കേസരിക്ക്. അതുകൊണ്ടാണ് പാല് ചേർക്കാൻ പറയുന്നത്. പാല് ചേർത്ത് നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസരിക്കൊരു കളർ കിട്ടാനും നല്ല ഒരു രുചിയും കൂടെ കിട്ടുന്നതിന് വേണ്ടിയാണ്. പൊതുവേ കേസരി എന്ന് പറഞ്ഞാൽ മഞ്ഞ കളറാണല്ലോ. ഞാനിപ്പോൾ ഇവിടെ ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല, മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിനുശേഷം നല്ലോണം നമ്മളൊന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്ത് നല്ലോണം തിളച്ചതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് റവ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന റവ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ റവ ചേർക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് തന്നെ വയ്ക്കണം, അല്ലെങ്കിൽ മൂട്ടിപ്പിടിക്കുക കരിയൊക്കെ ചെയ്യും. അതിനുശേഷം കുറച്ചായിട്ട് റവ ഇട്ട് കൊടുക്കുക. റവ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ റവ അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ 1 ഗ്ലാസ് പഞ്ചസാരയും ചേർക്കുക. ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് പഞ്ചസാര ചേർക്കുക. മധുരം കൂടുതൽ വേണമെന്ന് താല്പര്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് റവയ്ക്ക് 1 ഗ്ലാസ് പഞ്ചസാരയാണ് ചേർത്തത്. അതിനുശേഷം നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചായിട്ട് നെയ്യ് ചേർത്ത് കൊടുത്ത് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്ത് നല്ലോണം ഇതേപോലെ ഒന്ന് വറ്റിച്ചതിന് ശേഷം ഒരു ട്രായ് എടുത്ത് ഇതേപോലെ ട്രായിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇതേപോലെ എടുത്തിട്ട് നല്ലോണം ഒന്ന് നമ്മളിതേപോലെ ഒന്ന് ഇതാക്കി കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 10 മിനിറ്റ് ചൂടാറാൻ വയ്ക്കുക. ഇതിന് 100 ഗ്രാം നെയ്യാണ് മൊത്തം ഞാൻ ഇതിന് എടുത്തിട്ടുള്ളത്. അതിനുശേഷം 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു ഡെക്കറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ അതിൻ്റെ പുറത്തുനിന്ന് നേരത്തെ മാറ്റി വെച്ചിരുന്ന മുന്തിരിയിൽ നിന്നും അണ്ടിപ്പരിപ്പിൽ നിന്നും എടുത്ത് ഇതേപോലെ ഇട്ടത്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഡെക്കറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനത് അങ്ങനെ ചെയ്തത്. അതിനുശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത നല്ല രുചികരമായിട്ടുള്ള റവ കേസരി തയ്യാറായിട്ടുണ്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേസരിയാണിത്.